കുട്ടികളുടെ ഫ്രോക്കിൽ ഇൻവിസിബിൾ സിപ്പർ അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് എയർലൈൻ ഫ്രോക്കിലും കുർത്തിയിലുമൊക്കെ ഇൻവിസിബിൾ സിപ്പർ എങ്ങനെ അറ്റാച്ച് ചെയ്യാം നോക്കാം. സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നെക്ക് ഡെപ്തും വൈഡും എല്ലാം ഒരേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആം ഹോളിൻ്റെ പോർഷൻ ബാക്ക് പാർട്ടിൽ കട്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഒരേപോലെ ആദ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിബ് അറ്റാച്ച് ചെയ്യുമ്പം വീതി കുറഞ്ഞു പോകാൻ, ഷോൾഡറിൻ്റെ ഭാഗത്ത് വീതി കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ബാക്ക് പാർട്ടിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്ത് കറക്റ്റ് സെൻറ്റർ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഇതുവരെയാണോ സിബ് വയ്ക്കേണ്ടത്, എത്ര മെഷർമെൻ്റ് ആണോ സിബിന് വേണ്ടത്, എത്ര ലെങ്ത് ആണോ വേണ്ടത്, ആ ലെങ്ത് വരെ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇനി നമ്മളിപ്പോൾ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ രണ്ട് വശത്തേക്കും 4 ഇഞ്ച് അളവിൽ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ 2 സ്ട്രെയിറ്റ് ലൈൻസ് വരച്ചെടുക്കുക. 4 ഇഞ്ച് മാത്രമാണ് ഈ ഭാഗത്ത് കൊടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടരുത്. കാരണം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് തയ്യൽ തുമ്പൊന്നും ഈ ഭാഗത്ത് കൊടുക്കുന്നില്ല. ഇനി സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ 4 ഇഞ്ച് അളവിൽ ഇപ്പോൾ 2 ലൈൻസ് വരച്ചല്ലോ, അതിലൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ ലൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് കിട്ടാൻ എളുപ്പത്തിനും, പിന്നെ അഴിഞ്ഞു പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടുന്നത് 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈനിങ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്, അപ്പം സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സെൻറ്ററിൽ കട്ട് ചെയ്യുക ചെയ്യുന്നത്. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ആ 2 സൈഡും ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും അഴിഞ്ഞൊന്നും പോകാതെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി സിബ് ഇതുപോലെ ഓപ്പൺ ആക്കി ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് പിൻ ചെയ്ത് വെക്കുക. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ട ഭാഗത്ത് സിബിൻ്റെ 2 ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നെക്കിൻ്റെ ലെവലൊക്കെ മാറിപ്പോവും. ഇതേ രീതിയിൽ സിബ് വെച്ച് പിൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ 4 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ചിലൂടെ ആയിരിക്കണം സിബും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അതായത് ആ സ്റ്റിച്ചും സിബിൽ സ്റ്റിച്ച് വരേണ്ട ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫൂഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ആ ഭാഗം ഉണ്ടല്ലോ, അത് സിബിൻ്റെ മുകളിൽ ഇതേപോലെ ഇരിക്കണം. എന്നാലാണ് സിബ് അത്ര ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഗ്യാപ്പ് വരും, സിബിനോട് അത്ര ചേർന്ന് വരില്ല. അപ്പോൾ നോക്കിയിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിനും കുറച്ച് താഴത്തേക്കും കൂടെ സ്റ്റിച്ച് പോകണം. ഒരു 4 ഇഞ്ചൊന്നും വേണ്ട, അതിലും കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരു പോയിൻറ്റ് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം സിബ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ. ഇനി അടുത്ത സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ താഴേന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, തിരിച്ച് ചെയ്യാനൊരു വശമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കണം, സിബ് കയറി ഇറങ്ങി പോവാതെ. നമുക്ക് എങ്ങനെയാണോ ചെയ്യാൻ ഇഷ്ടം അതേപോലെ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് 4 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലൂടെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് സിബ് ഇനി തുണിയുടെ റോങ് സൈഡിലേക്ക് മറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല വശത്തല്ലേ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. റോങ് സൈഡിലേക്ക് ഇതേപോലെ മറിച്ചെടുക്കുക. സിബ് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി കയറ്റിയിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വരുമ്പോൾ ആ സ്റ്റോപ്പർ മുകളിലേക്ക് പൊങ്ങിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ കുറച്ച് ഗ്യാപ്പല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തിരിച്ച് വെച്ചിട്ട് ആ സ്റ്റോപ്പർ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെയും സിബിൻ്റെയും ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കാണും. അതിലൂടെ സ്റ്റോപ്പർ മാത്രം പൊക്കിയെടുത്ത് മുകളിലേക്ക് വലിച്ചെടുക്കണം. ഇപ്പം നമുക്ക് സിബിൻ്റെ മുകളിലത്തെ വശമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആകെ ഈ താഴെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കട്ടി കുറവുള്ള തുണിയൊക്കെ ആണെങ്കിലാണ് കൂടുതൽ ഇവിടെ ഈ ഗ്യാപ്പ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ ഗ്യാപ്പ് വരത്തില്ല. അപ്പം ഇങ്ങനെ ഗ്യാപ്പ് വന്നാൽ അതെങ്ങനെ ഫിനിഷ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് റോങ് സൈഡിൽ സിബ് വെച്ച ഭാഗത്ത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ സിബ് വെച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ താഴെ നിന്ന് നമ്മൾ ടക്കൊക്കെ ഇടുന്ന പോലെ ചെരിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കണം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് സിബ് ജോയിൻ ചെയ്തിരിക്കുന്ന ആ സ്റ്റിച്ചിലേക്ക് ചെരിച്ചൊരു സ്റ്റിച്ച് കൊടുക്കണം. ഈ സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ താഴെ ഉണ്ടായ ഗ്യാപ്പ് ഫില്ലായി കിട്ടും. സിബ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനോട് ചേർത്ത് വെച്ചിട്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കണം. നെക്ക് രണ്ടും ഞാൻ ഒരേ വിഡ്ത്തിലാണ് കട്ട് ചെയ്തത്. ഇപ്പോൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടും വലിയ വ്യത്യാസം വന്നിട്ടില്ല. സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു 4 ഇഞ്ചിൽ കൂടുതലിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നെക്കിൻ്റെ വിഡ്ത്തും കുറഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയണേ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യണേ. താങ്ക്